കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി മുന്തിരി വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 21 ദിവസം കെട്ടിവെച്ചിട്ട് ഒരു പരമ്പരാഗത രീതിയിൽ തന്നെയാണ് നമ്മൾ വൈൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ 4 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനുപയോഗിക്കുന്ന ഈ ഭരണിയിലാണ് നമ്മൾ കെട്ടിവെക്കുന്നത്. അപ്പോൾ ഈ ഭരണിയൊക്കെ നന്നായിട്ട് കഴുകി നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇത് ഇളക്കാൻ വേണ്ടിയുള്ള ഈ കയ്യിലും എല്ലാം നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ മുന്തിരിയിലൊക്കെ ഒരുപാട് കീടനാശിനികൾ, ഏറ്റവും കൂടുതൽ കീടനാശിനികൾ തളിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ കുറേ നേരം ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ മുന്തിരി, ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 കിലോ മുന്തിരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുന്തിരി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മുന്തിരി ഇട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ മുന്തിരിയും പഞ്ചസാരയും കൂടി ലെയറായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി അടുത്ത ലെയർ നമുക്ക് കുറച്ചും കൂടി മുന്തിരി. അപ്പോൾ നമ്മളിങ്ങനെ ലെയറായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലെയർ നമുക്ക് ഇടാം. ഈ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കാതിരിപ്പൂവ്, ഗ്രാമ്പൂ, പട്ട, ഇതൊക്കെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് പട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാതിരിപ്പൂ. ഈ കാതിരിപ്പൂ നമുക്ക് ഈ മരുന്ന് കടകളിലൊക്കെ ചെന്ന് പറഞ്ഞാൽ മതി, വൈൻകൂട്ട് എന്ന് പറഞ്ഞാൽ മതി. കാതിരിപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്ക് കാതിരിപ്പൂവാണ് ഇനി നമ്മൾ ഇടുന്നത്. നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ 4 കിലോ മുന്തിരിയാണ് നമ്മൾ ഇതിലിട്ടിട്ടുള്ളത്. 4 കിലോ മുന്തിരിക്ക് 3 കിലോ പഞ്ചസാര ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ 4 സ്പൂൺ ഈസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 4 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ് 4 ലിറ്റർ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ്, ഒരു കിഴി കെട്ടിയിട്ട് കുറച്ച് ഗോതമ്പ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. വൈന് വീര്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗോതമ്പ് കിഴി കെട്ടിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ മൂടി വെക്കണം. ഇനി നമുക്കൊരു തുണി എടുത്ത് ഇത് നന്നായിട്ട് കെട്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ മുന്തിരി വൈന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല എയർ ടൈറ്റായിട്ട് മൂടി വെച്ചു. ഇനി നമ്മൾ ഇതൊരു 21 ദിവസം നമ്മൾ എടുത്ത് വെക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് 3 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞൊക്കെ ചിലവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 41 ദിവസമൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീര്യം ഇരിക്കും തോറും വൈൻ്റെ വീര്യവും അതിൻ്റെ ഗുണനിലവാരവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു 21 ദിവസത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വൈൻ കെട്ടിവെച്ചിട്ട് 21 ദിവസം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്കിത് ഈ കുപ്പിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും കുപ്പി കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3 കിലോ മുന്തിരിയാണ് വൈൻ ഇട്ടത്. അപ്പോൾ ശരിക്കും കളർ ഇച്ചിരി കുറവാണ്. ശരിക്കും നമ്മൾ 3 ദിവസത്തെ വൈൻ ഇട്ടപ്പോൾ നല്ല ചുവന്ന കളറ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. നല്ല ചുവപ്പായിരുന്നു. പക്ഷേ ഇത് അത്രയും കളറ് കിട്ടിയിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല ഒരു ഇത് വന്നിട്ടുണ്ട്. ആ വൈൻ്റെ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. കാരണം ഇതൊരു ട്രഡീഷണൽ രീതിയിലാണ് 21 ദിവസം തന്നെ എടുത്തിട്ട് ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല വീര്യമുണ്ട്.
കാരണം നമ്മൾ ആ 21 ദിവസം തന്നെ നമ്മളെല്ലാ ചേരുവകളും ചേർത്ത് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റും ആ ഒരു കളറും ആ ഒരു ശരിക്കും ഒരു ചുവന്ന കളറല്ല, ഒരു വൈൻ റെഡ്, ആ ഒരു മുന്തിരിയുടെ ഒരു കളർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇതൊന്ന് തെളിഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ റിയൽ കളറ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.